നമ്മുടെ ഈ വർഷത്തെ കുടുംബമേള ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ കുടുംബമേളയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നു. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ സ്വാശ്രയ സംഘത്തിൻ്റെ സംയുക്ത വാർഷികം നടത്തി. കുടുംബമേളയുമായി ബന്ധപ്പെട്ട് കുടുംബമേളയ്ക്ക് മുന്നോടിയായിട്ട് വിളംബര ബൈക്ക് റാലി നടത്തി, വിനോദ കായികമേള നടത്തി. ഈ പ്രവർത്തനങ്ങളെല്ലാം അംഗങ്ങളുടെ സഹകരണം കൊണ്ട് വൻ വിജയമാക്കി തീർക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മണക്കാട് കരയോഗം ഏതാണ്ട് 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇനി 1-2 വർഷം കഴിഞ്ഞാൽ നമ്മുടെ കരയോഗം 100-ാം വാർഷികം ആഘോഷിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കരയോഗ അംഗങ്ങളുടെ സഹകരണത്താലും അംഗങ്ങളുടെ കൂട്ടായ്മയും പ്രവർത്തനവും സഹകരണവും അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ തൊടുപുഴ താലൂക്ക് യൂണിയനിലെ തന്നെ മികച്ച പ്രവർത്തനം കൊണ്ട് തൊടുപുഴ താലൂക്ക് യൂണിയനിൽ പ്രവർത്തനത്തിൽ 1-ാം സ്ഥാനത്ത് എത്തുന്നതിനും അത് കുറച്ച് നാളുകളായിട്ട് നമുക്ക് നിലനിർത്തി പോരുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ അംഗങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും നമ്മുടെ കരയോഗത്തിന് ഉള്ളതുകൊണ്ട് മാത്രമാണ്. കരയോഗം വളരെ സജീവമായിട്ട് ഓരോ പ്രവർത്തനവും നടത്തുമ്പോൾ ഏത് പ്രവർത്തനം കരയോഗം ഏറ്റെടുത്ത് നടത്തിയാലും അംഗങ്ങളുടെ പരിപൂർണ സഹകരണം അത് വിജയമാക്കി മാറ്റുന്നതിന് കരയോഗം കമ്മിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. വളരെയധികം സഹകരണത്തോടെയാണ് നമ്മുടെ അംഗങ്ങളിൽ നിന്ന് നമുക്ക് കരയോഗം കമ്മിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴ താലൂക്ക് യൂണിയനിൽ ഏറ്റവും ആസ്തി കുറഞ്ഞ കരയോഗമാണ് നമ്മളുടേത്. 37 കരയോഗം തൊടുപുഴ താലൂക്ക് യൂണിയനിലുണ്ട്. അതിലേറ്റവും സാമ്പത്തികം കുറഞ്ഞ കരയോഗമാണ് നമ്മളുടേത്. കേവലം 2.5 സെൻറ്റ് സ്ഥലം മാത്രമാണ് നമ്മുടെ കരയോഗത്തിന് കൈമുതലായിട്ടുള്ളത്. ഈ 2.5 സെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും ഈ കുറഞ്ഞ ഏറ്റവും സാമ്പത്തികം കുറഞ്ഞ അല്ലെങ്കിൽ ആസ്തി കുറഞ്ഞ കരയോഗം ഏതാണ്ട് 5 ഏക്കറോളം സാമ്പത്തികമുള്ള തൊടുപുഴ താലൂക്ക് യൂണിയനിലെ മറ്റ് കരയോഗവുമായിട്ട് പ്രവർത്തനത്തിൽ ഒപ്പത്തിനൊപ്പം നിന്ന് നമ്മുടെ കരയോഗം പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ, അതായത് നമ്മുടെ ഏറ്റവും വലിയ സഹകരണം, ആളുകളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ തൊടുപുഴ താലൂക്ക് യൂണിയനിലെ ഈ മറ്റ് കരയോഗങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. കരയോഗത്തിൻ്റെ അംഗങ്ങളുടെ സഹകരണം എടുത്തു പറയുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സാമ്പത്തിക അടിത്തറ, അംഗങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അടിത്തറ നമ്മുടെ പരസ്പര സഹായ നിധി എന്ന ഒരു പ്രകടമായ ഉദാഹരണമാണത്. ഏതാണ്ട് 250ഓളം ആളുകൾ നമ്മൾ കരയോഗം നടത്തുന്ന പരസ്പര സഹായ നിധിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 12ഓളം പരസ്പര സഹായ നിധികൾ ഇപ്പോൾ കരയോഗം നടത്തി വരുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ വിശദീകരിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം മാസപ്പൊതുയോഗങ്ങളിലും നമ്മുടെ കരയോഗത്തിലെ പൊതുയോഗങ്ങളിൽ ഇതെല്ലാം വിശദമായി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. കരയോഗം കമ്മിറ്റിയുടെയും അതായത് കരയോഗം ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും വൻ വിജയമാക്കുന്നത് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന, ഇപ്പോൾ ചന്ദ്രൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തെ പോലെയുള്ള മികച്ച പ്രവർത്തനം നടത്തുന്ന കരയോഗം കമ്മിറ്റിക്കാരുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വനിതാ സമാജമുണ്ട്, ബാലസമാജമുണ്ട്. അവരെക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിന്നുകൊണ്ട് കരയോഗ പ്രവർത്തനത്തിൽ കരയോഗത്തെ സഹകരിക്കുകയും ചെയ്യുന്ന 7 സ്വാശ്രയ സംഘങ്ങൾ നമുക്കുണ്ട്. എക്സലൻ്റ് സംഘമുണ്ട്, എക്സലൻ്റ് നിർമാല്യം, ഐശ്വര്യ, ശ്രീനന്ദിനി, ധനലക്ഷ്മി, അമൃതശ്രീ, പൂർണ്ണശ്രീ, അങ്ങനെ 7 സംഘങ്ങളാണ് നമ്മുടെ കരയോഗത്തിൻ്റെ പ്രവർത്തന വിജയത്തിൽ നിർണായക പ്രവർത്തന പങ്കുവഹിക്കുന്നത്. അതുകൂടാതെ 8ാമതൊരു സംഘം കൂടി നമ്മുടെ ഈ തൊട്ടടുത്ത ദിവസം അതിൻ്റെ പ്രവർത്തനം രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ ഭാഗങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. തൊടുപുഴ താലൂക്ക് യൂണിയനിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാശ്രയ സംഘങ്ങളുള്ള ഒരു കരയോഗം മണക്കാട് കരയോഗമായി മാറിക്കഴിഞ്ഞു. 8 സ്വാശ്രയ സംഘങ്ങൾ മണക്കാട് കരയോഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയതായി പ്രവർത്തിക്കുന്ന സംഘത്തിൻ്റെ പേര്
എല്ലാവരും സ്നേഹത്തോടെ ചാരു എന്നാണ് വിളിക്കുന്നത്. ചാരുത എന്നാണ് ആ സംഘത്തിൻ്റെ പേര്. ഏറ്റവും ചെറിയ സംഘമാണ്. അത് ഏറ്റവും കൊച്ചായതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ചാരു എന്ന് വിളിച്ചു തുടങ്ങിയത്. എന്തായാലും വളരെ അഭിമാനപൂർവ്വം വളരെ സന്തോഷമുണ്ട് ഈ വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനത്തിലും കരയോഗം കമ്മിറ്റിക്ക് ഇത്രയധികം പ്രവർത്തന വിജയങ്ങൾ നൽകുന്നത് ഈ സംഘങ്ങളുടെയും കമ്മിറ്റിക്കാരുടെയും അംഗങ്ങളുടെയും പരിപൂർണ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ പരസ്പര സഹായ നിധിയിൽ ചേർന്നിട്ടുള്ളത് മുഴുവൻ ആളുകളും ഏകദേശം നമ്മുടെ ഈ പരസ്പര സഹായ നിധിയിൽ ചേർന്നിട്ടുണ്ട്. ഒരു കരയോഗം എങ്ങനെ ഇതുപോലെ ഇത്രയധികം പൈസ ചിലവാക്കി അല്ലെങ്കിൽ ഇതുപോലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ച് ഒരു ആളെ പോലും നമ്മൾ മാറ്റി നിർത്താതെ ഒരു വീട് പോലും ഒഴിവാക്കാതെ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് കരയോഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ കരയോഗം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കിട്ടിച്ചേട്ടൻ വിജയിച്ചിട്ടുണ്ട്. കരയോഗം കമ്മിറ്റിക്ക് അദ്ദേഹത്തിന് നല്ല പിന്തുണയോടുകൂടി എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് നമുക്ക് സമയം കളയാനില്ല. ആകെ നമ്മൾ സമ്മേളനത്തിൻ്റെ സമയം 30 മിനിറ്റാണ്. കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയി സമയം കളയുന്നില്ല. ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് കൃത്യസമയത്ത് ആരംഭിക്കുക, അച്ചടക്കത്തോടുകൂടി കൃത്യസമയത്ത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കൃത്യസമയത്ത് തന്നെ നമുക്ക് പ്രോഗ്രാം ആരംഭിക്കുന്നതിന് സാധിച്ചു. 5 മണിക്ക് നമുക്ക് സമ്മേളനം തുടങ്ങുന്നതിന് സാധിച്ചു. 5:30 നമുക്കിത് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ള എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഏറ്റവും കരയോഗം പ്രസിഡന്റിനെ കുറിച്ച് ഈ ഇടയ്ക്ക് സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പരസ്പര സഹായ നിധി നടത്തുന്നതൊക്കെ ഏകദേശം കരയോഗം പ്രസിഡന്റിൻ്റെയും കരയോഗം ട്രഷറുടെയൊക്കെ ഒരു വിശ്വാസ്യതയും എല്ലാം കരയോഗം കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. 12 പരസ്പര സഹായ നിധി കരയോഗം നടത്തുന്നുണ്ട്. ഈ വിശ്വാസ്യതയൊക്കെ നേടിയെടുത്തുകൊണ്ട് ആളുകളുടെ വിശ്വാസ്യത നേടി വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാമ്പത്തികമായിട്ട് കരയോഗത്തെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ കരയോഗം പ്രസിഡന്റ് ശ്രീ KP ജനാർദ്ദൻ നായർ അവറുകളാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത നമ്മുടെ ഉദ്ഘാടകൻ യൂണിയൻ പ്രസിഡന്റ്. അദ്ദേഹം തുടർച്ചയായിട്ട് തൊടുപുഴ താലൂക്ക് യൂണിയനിൽ 7ാമതും എതിരില്ലാതെ യൂണിയൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കായികമേളയിലും നമ്മുടെ സ്വാശ്രയ സംഘത്തിൻ്റെ വാർഷികത്തിലും അദ്ദേഹം എത്തിച്ചേർന്നതാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മണക്കാട് കരയോഗത്തിൻ്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും അനുമോദനവും ഈ അവസരത്തിൽ 7ാമത് തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ നമ്മുടെ യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത് അവറുകൾ. അദ്ദേഹം തൊടുപുഴ താലൂക്ക് യൂണിയനിൽ വന്നപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു യൂണിയൻ്റെ പ്രവർത്തനം വളരെയധികം സജീവമാകും എന്നുള്ളത്. ഈ വരുന്ന ഏപ്രിൽ മാസം 6-ാം തീയതി തൊടുപുഴ താലൂക്ക് യൂണിയൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനമാണ്. മണക്കാട് കരയോഗത്തിൽ 200 പേരെ പങ്കെടുപ്പിക്കണമെന്ന് യൂണിയൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കും. എന്തായാലും തൊടുപുഴ താലൂക്ക് യൂണിയനെയും അതുപോലെ 37 കരയോഗത്തെയും വളരെ സജീവമായിട്ട് കൊണ്ടുപോകുന്ന ഏറെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത് അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ്, വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീമതി പ്രസീത സോമൻ, വനിതാ സമാജം പ്രസിഡന്റ് കോമളകുമാരി, വനിതാ സമാജം സെക്രട്ടറി സുജാത അനിൽ, വാർഡ് മെമ്പർ ജീന അനിൽ എന്നിവരെല്ലാം ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിന്ധു ടീച്ചർ, ഹെഡ് മാസ്റ്റർ ശ്രീജ ടീച്ചറാണ്. ഇവരുടെയൊക്കെ നമ്മുടെ ഒരു സഹകരണം മണക്കാട് സ്കൂളുമായിട്ട് വളരെയധികം അടുത്ത ഒരു സഹകരണത്തോടുകൂടി ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിൽ ഈ അധ്യാപകരുടെ സഹകരണത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മൾ ഒരു പരസ്പര സഹായ നിധി മണക്കാട് സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ മാത്രം ചേർത്തുകൊണ്ട് പുറത്തുനിന്ന് ആരെയും ചേർത്തിട്ടില്ല. അതിന് ഏറ്റവും കൂടുതൽ പിന്തുണയും സഹകരണവും തന്നത് സിന്ധു ടീച്ചറും ഇതിനു മുൻപുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചറുമാണ്. കാരണം നമ്മുടെ പരസ്പര സഹായ നിധി സ്കൂളിൻ്റെ ആവശ്യത്തിന് ഒരു 25,000 രൂപയെങ്കിലും കരയോഗത്തിൽ നൽകാൻ സാധിക്കുമോ എന്ന് ഇതിൻ്റെ പഴയ പ്രിൻസിപ്പൽ ബിന്ദു ടീച്ചർ ചോദിച്ചു. സ്കൂളിൽ അത്യാവശ്യം ചെറിയ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. കരയോഗം കമ്മിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 25,000 രൂപ കൊടുക്കുവാൻ അന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായി.
കരയോഗം കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു സ്കൂളിലെ അധ്യാപകരെ മാത്രം ചേർത്തുകൊണ്ട് ഒരു പരസ്പര സഹായ നിധി തുടങ്ങാം എന്നുള്ളത്. വളരെ കാര്യമായിട്ട് ടീച്ചറുമായിട്ട് സംസാരിച്ചു. ടീച്ചർ അതിലും വലിയ പോസിറ്റീവായിട്ട് അതിന് മറുപടി തന്നു. പിറ്റേ ദിവസം തന്നെ നമുക്ക് ആ പരസ്പര സഹായ നിധിക്കുള്ള 25 പേരുടെ ലിസ്റ്റ്, അധ്യാപകരുടെ ലിസ്റ്റ് പ്രിൻസിപ്പൾ നമുക്ക് തന്നു. അത് വളരെ ഭംഗിയായിട്ട് ഏതാണ്ട് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തോളമായിട്ട് അത് ഭംഗിയായിട്ട് നടന്നു വരുന്നു. അതുകൂടാതെ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ, മാർച്ച് മാസത്തോടുകൂടി അടുത്ത ഒരു പരസ്പര സഹായ നിധി കൂടി സ്കൂളിലെ അധ്യാപകർക്ക് വേണ്ടിയിട്ട് തുടങ്ങണമെന്ന് സിന്ധു ടീച്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മണക്കാട് സ്കൂളിലേക്ക് നൽകിക്കൊണ്ട് ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചിലവ് വരാതെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെല്ലാം നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സിന്ധു ടീച്ചറിനെയും ശ്രീജ ടീച്ചറിനെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അനുമോദനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള മിടുക്കരായിട്ടുള്ള MSc ഫസ്റ്റ് റാങ്ക്, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക്, ദേശീയ തലത്തിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള കുട്ടികളുണ്ട്, മറ്റു കുട്ടികളുണ്ട്. മറ്റേ കലോത്സവത്തിൽ പങ്കെടുത്തുള്ള കേരളത്തിലെ പ്രതിനിധീകരിച്ച കുട്ടികൾക്കൊന്നും നമ്മൾ ഈ യോഗത്തിൽ ഈ കുടുംബമേളയിൽ വെച്ച് പ്രോത്സാഹന സമ്മാനം കൊടുക്കാൻ സാധിക്കാതെ വന്നത്. ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 10, 30 അല്ലെങ്കിൽ 35ഓളം കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹനം പൊതുയോഗത്തിൽ വെച്ച് നൽകാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിന് മുകളിലേക്കായിട്ടുള്ള നേട്ടങ്ങൾ നേടിയ, ദേശീയ തലത്തിൽ സമ്മാനങ്ങൾ നേടിയ കുട്ടികളെ ഇന്ന് ഈ പൊതുയോഗത്തിൽ കുടുംബമേളയിൽ യൂണിയൻ പ്രസിഡന്റ് ഉപഹാരം നൽകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടും ഒക്കെ എത്തിച്ചേർന്നിട്ടുള്ള മിടുക്കരായ കുട്ടികൾ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള കരയോഗത്തിലെ എല്ലാ നല്ലവരായ ആളുകൾ, കരയോഗത്തിൻ്റെ വളർച്ചയിൽ കരയോഗത്തെ സഹായിച്ചുകൊണ്ട് കരയോഗത്തെ ഈ തരത്തിൽ വളർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഏതൊരു പ്രവർത്തനത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ തിരിഞ്ഞു നോക്കാതെ കരയോഗം മുന്നോട്ട് പോകുന്നതിന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കരയോഗത്തിൻ്റെ പേരിൽ ഈ യോഗത്തിലേക്ക്, കുടുംബമേളയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സെക്രട്ടറി. അടുത്തതായി യോഗം ഉദ്ഘാടനമാണ്. ഈ യോഗം അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷനായിട്ട് ശ്രീ KP ജനാർദ്ദൻ സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടി യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ 170ാമത് NSS കരയോഗം മണക്കാടിൻ്റെ 2025 കുടുംബമേളയുടെ ഉദ്ഘാടനത്തിന് ഇവിടെ ചേർന്നിട്ടുള്ള താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ KK കൃഷ്ണപിള്ള അവർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള കരയോഗാംഗങ്ങളെ, ഈ കരയോഗത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ കരയോഗത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെവരെയും ഈ യോഗത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. ഈ കരയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് ആ കാര്യങ്ങളൊക്കെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും ഈ പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്കുള്ള അവകാശം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ കരയോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ വനിതാ സമാജത്തിൻ്റെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് 8ാമതൊരു ശാസ്ത്രീയ സംഘം കൂടി അടുത്ത നാളിൽ ഉദ്ഘാടനം ചെയ്ത ചാരിദാസ് ശാസ്ത്രീയ സംഘം. ഈ ശാസ്ത്രീയ സംഘങ്ങളാണ് ഉണ്ടോ മാത്രമാണ് നമ്മുടെ കരയോഗം ഇത്ര മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെയും ഈ കരയോഗത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഹകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നീടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗം ഇത്ര ഭംഗിയായും വളരെ ചിട്ടയോടുകൂടി നടപ്പാക്കുന്ന ഈ സംഘത്തിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഈ കരയോഗത്തിൻ്റെ പ്രവർത്തകരാണ്. അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ കരയോഗം ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇത്തരത്തിൽ ഈ ചിട്ടയോടുകൂടി ഈ യോഗങ്ങളൊക്കെ നടത്തുവാൻ നമ്മൾക്ക് സാധിക്കുന്നത്. അവരേവരെയും ഈ കുടുംബമേളയുടെ പേരിൽ ഞാൻ അനുമോദിക്കുകയാണ്. പിന്നീട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അനുമോദനങ്ങൾ സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ എല്ലാവരെയും അനുമോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്.
ഇത്ര രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ കരയോഗത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന യൂണിയൻ പ്രസിഡൻ്റ് അവർകളും അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സെക്രട്ടറി ഉണ്ട് ശ്രീകാന്ത്, എല്ലാവരെയും ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്തരത്തിൽ ഈ കരയോഗത്തിൻ്റെ കുടുംബമേള മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. JNSS. പ്രിയ അധ്യക്ഷൻ ബഹുമാനായ പ്രസിഡന്റിന് ജനാർദ്ദന് നന്ദി രേഖപ്പെടുത്തിയാണ്. അടുത്തതായി കുടുംബമേളയുടെ ഉദ്ഘാടനം കർമ്മമാണ്. ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാന്യായ യൂണിയൻ പ്രസിഡന്റ് ശ്രീ KK കൃഷ്ണപിള്ള സാറിനെ ഏറെ വിനയത്തോടുകൂടി ക്ഷണിച്ചു കൊടുക്കുന്നു. മറ്റൊരറിയിപ്പ്, നമ്മുടെ ഇവിടെ നിന്ന് അനുമോദിക്കേണ്ട കുട്ടികളുണ്ട്. അവർ ഈ വേദിയുടെ മുൻനിരയിലേക്ക് വരേണ്ടതാണ്. അവർക്കിവിടെ സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ അനൗൺസ്മെൻറ്റ് സെൻറ്ററിൻ്റെ അടുത്തേക്ക് വരേണ്ടതാണ്. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉദ്ഘാടനത്തിനായി ബഹുമാനായ KK കൃഷ്ണപിള്ള സാറിനെ ഏറെ വിനയത്തോടുകൂടി ക്ഷണിച്ചു കൊടുക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും കരയോഗത്തിൻ്റെ പ്രസിഡന്റുമായ ബഹുമാന്യനായ ശ്രീ KP ജനാർദ്ദനൻ നായർ അവറുകൾ, കരയോഗത്തിൻ്റെ പ്രിയങ്കരനായ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ ജയരാജ്, താലൂക്ക് യൂണിയൻ്റെ വനിതാ യൂണിയൻ്റെ ബഹുമാന്യയായ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ്, താലൂക്ക് യൂണിയൻ്റെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ SN ശ്രീകാന്ത്, മണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ബഹുമാന്യയായ ശ്രീമതി സിന്ധു ടീച്ചർ, ഹൈസ്കൂളിലെ ബഹുമാന്യയായ ഹെഡ്മിസ്ട്രസ് ശ്രീമതി B ശ്രീജ ടീച്ചർ, വനിതാ യൂണിയൻ്റെ ബഹുമാന്യയായ സെക്രട്ടറി ശ്രീമതി പ്രസീത സോമൻ, നമ്മുടെ ഈ പഞ്ചായത്തിലെ ബഹുമാന്യയായ വാർഡ് മെമ്പർ ശ്രീമതി ജീന അനിൽ, വനിതാ സമാജത്തിൻ്റെ ബഹുമാന്യയായ പ്രസിഡന്റ് ശ്രീമതി P കോമളകുമാരി,
വനിതാ സമാജത്തിലെ ബഹുമാന്യയായ സെക്രട്ടറി ശ്രീമതി സുജാത അനിൽ, ബാലസമാജത്തിൻ്റെ പ്രസിഡന്റ് മാസ്റ്റർ ശ്രീ ഹരി കെ വി, ജോയിൻറ്റ് സെക്രട്ടറി അരുൺകുമാർ എ.ആർ, വേദിയിലും സരസിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, സമാരാധ്യരായ കുടുംബാംഗങ്ങളെ, എൻ്റെ കൺമുമ്പിൽ 4 സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെ ആരെയും എനിക്കങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഏകദേശം കാണാൻ സാധിക്കുന്നുമുണ്ട്. വൈകുന്നേരത്തോടു കൂടിയേ ഈ ഓഡിറ്റോറിയവും പരിസരവും ഒക്കെ നിറയുള്ളൂ എന്ന് എനിക്കറിയാം. അതിനു മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നോട് നമ്മുടെ കരയോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീ ജയരാജ് പറഞ്ഞത്, ഉദ്ഘാടന സമ്മേളനം ഞങ്ങൾ കൃത്യം അരമണിക്കൂറായിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ അത് പ്രസിഡൻറ്റിന് ബാധകമല്ല, ബാക്കി എല്ലാവർക്കും ബാധകമാണ്. അരമണിക്കൂർ കൊണ്ട് എല്ലാം അവസാനിപ്പിക്കണമെന്നാണ്. അപ്പം ഞാൻ തന്നെ അരമണിക്കൂർ പ്രസംഗിച്ചാൽ ബാക്കിയുള്ളവർക്കൊരു വാക്ക് പോലും പറയാൻ സാധിക്കാതെ വരുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിൻ്റെ ആരംഭത്തിൽ കേളികൊട്ട് നടന്ന അവസരത്തിൽ വനിതാ സ്വാശ്രയ സംഘങ്ങളുടെ മീറ്റിങ്ങിൽ ഞാനിവിടെ പങ്കെടുത്തു, അവരുടെ പൊതുയോഗത്തിൽ പങ്കെടുത്തു, കലാകായികമേളയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ സമ്പൂർണമായ കുടുംബമേളയുടെ ഉദ്ഘാടനവും കൂടിയാണ്. ശ്രീ ജയരാജ് പറഞ്ഞതിനോടെല്ലാം ഞാൻ 100% യോജിക്കുകയാണ്. ഈ താലൂക്കിലെ ഏറ്റവും മികച്ച കരയോഗമാണ് മണക്കാട് കരയോഗം. അതോടൊപ്പം തന്നെ ഈ കരയോഗത്തിൻ്റെ ചൈതന്യമെന്ന് പറയുന്നത് ഇവിടുത്തെ വനിതാ സമാജമാണ്. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യമെന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ദേവതയായ പ്രധാന വ്യക്തി തന്നെ ആയതുകൊണ്ട് കരയോഗത്തെ സംബന്ധിച്ചിടത്തോളവും ആ ദേവതയുടെ ഒരു അനുഗ്രഹം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത്ര ഭംഗിയായിട്ട് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചത് ഇവിടുത്തെ കരയോഗ പ്രസിഡൻറ്റും കരയോഗ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഏക മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ കരയോഗ കമ്മിറ്റി അംഗങ്ങളുമാണ്. തീർച്ചയായും ഈ കൂട്ടായ്മ ഒരു വലിയ വിജയം തന്നെയാണ്. ഈ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ഇവിടെ പല യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഓരോ വർഷവും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, 2-3 വർഷം ഓരോ വർഷവും ആളുകൾ കൂടുതൽ വരുന്നതല്ലാതെ കുടുംബമേളയ്ക്ക് ഒരിക്കലും ഒരു കുറവ് വന്നിട്ടില്ല. ഇത് രാത്രി വരെ പരിപാടികളെല്ലാം നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്നിപ്പം അത്രയ്ക്കുള്ള ഒരു തിരക്ക് കാണുന്നില്ല. എങ്കിലും സമയമാകുമ്പോഴെല്ലാവരും എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ NSSൻ്റെ പ്രധാനമായ എല്ലാ പരിപാടികളും വളരെയേറെ ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ നിലനിൽപ്പിനെയും തന്നെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഓരോരോ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ നമ്മളൊരൊറ്റക്കെട്ടായി നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോൾ സനാതനധർമ്മത്തിൽ ആ ധർമ്മമനുസരിച്ച് ജീവിക്കുന്നവരാണ് നായർ സമുദായം, ഹിന്ദു സമൂഹം. അത് അശ്ലീലമാണെന്ന് പറയാൻ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ഒരുമയില്ലായ്മ കൊണ്ടാണ്. നമ്മുടെ സംസ്കാരത്തിനെതിരെ ആര് ശബ്ദമുയർത്തിയാലും അവരെ ഇരുത്തി പൊറിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളിലേക്ക് ആധ്യാത്മികമായ വിദ്യാഭ്യാസം എത്തിക്കുന്നതിന് വേണ്ടി ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ അയക്കുകയും അവർക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചും നമ്മുടെ ഇതിഹാസങ്ങളെക്കുറിച്ചുമൊക്കെ ആവശ്യമായ വിദ്യാഭ്യാസം പകർന്നു നൽകുകയും ചെയ്തില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ വളർന്നു വരാൻ കഴിയുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അത് നിസ്സാരമായി കാണരുത്.
അത്രമാത്രം കലുഷിതമായ ഒരു സാമൂഹിക സാഹചര്യത്തിൽ, ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നതും പഠിക്കുന്നതും തിരിച്ചു വരുന്നതുമെല്ലാം. നമ്മളിന്ന് പത്രത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ്. അപ്പം മാതാപിതാക്കൾ തീർച്ചയായും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ സംസ്കാര രൂപീകരണത്തിൻ്റെ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കരയോഗത്തെ ആചാര്യൻ പറഞ്ഞതുപോലെ നമ്മുടെ ദേവനും ദേവിയും ആതുരാലയമായിട്ട് കണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കരയോഗമെന്ന് പറയുന്നത് പോലെ നമുക്ക് ആശ്രയിക്കാവുന്ന മറ്റൊരു കേന്ദ്രവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് കൂടുതൽ അറിവുകൾ കൊണ്ടുവന്ന് നമ്മുടെ ആളുകളിലേക്ക് പകർന്നു കൊടുത്ത് വിജ്ഞാന കേന്ദ്രങ്ങളാക്കി നമ്മുടെ കരയോഗങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഞാൻ അധികം ദീർഘമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നമ്മൾ ഈ ഏപ്രിൽ 6-ാം തീയതി നമ്മുടെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് തന്നെ ഒരു പ്രവർത്തക സമ്മേളനവും നടത്തുകയാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ബഹുമാന്യനായ ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ഹരികുമാർ കോയിക്കലും അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മെമ്പറായ നമ്മുടെ ശ്രീ മനോജ്, അദ്ദേഹവും കൂടി അതിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹരികുമാർ ഏറ്റിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പരിപാടിയിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. മണക്കാട് കരയോഗത്തിലെ മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നാണ് ഞാൻ ശ്രീ ജയരാജനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ആരും മറക്കാതെ കൃത്യമായിട്ട് മറ്റുള്ള പരിപാടികളെല്ലാം അതനുസരിച്ച് ചിട്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതനുസരിച്ച് ക്രമീകരിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കണം. നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികമാർ 2 പേരും ഇവിടെയുണ്ട്. ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ ഈ സ്കൂളും കരയോഗവുമായിട്ട് വളരെയേറെ പരസ്പരം സഹകരിച്ച് പോകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മണക്കാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. ഈ സരസ്വതി ക്ഷേത്രം ഇത് നായർ സർവീസ് സൊസൈറ്റിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയവും കൂടിയാണ്. അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായ സഹകരണം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടുത്തെ അധ്യാപകർ വളരെയേറെ ത്യാഗപൂർണ്ണം ഇവിടെ പ്രവർത്തിച്ചാണ് ഇടക്കാലത്ത് ഇത് പിന്നോക്കാവസ്ഥയിലേക്ക് പോയപ്പോൾ അത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഇന്നിപ്പം നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അവർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ പുറത്ത് വിട്ട് പഠിപ്പിക്കുകയും നമ്മൾ മറ്റുള്ളവരുടെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഈ കരയിലും ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് ഇവിടെ കിട്ടേണ്ടത്. അതിൽ മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനാകുന്ന പ്രയത്നങ്ങളൊക്കെ നായർ സർവീസ് സൊസൈറ്റി നടത്തിയിട്ടുണ്ട്. ഇപ്പം 100-155 സ്കൂളുകളുടെ കാര്യങ്ങൾ നോക്കി വരുമ്പം ചിലയിടത്തൊക്കെ ചില ചെറിയ കാര്യങ്ങൾ ഉണ്ടായാലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ നമുക്ക് അയക്കുക, ഈ സ്കൂളിലേക്ക് ആവശ്യമായ കുട്ടികളെ കിട്ടുക, അവരുടെ പഠന നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ അധ്യാപകർ പൂർണ്ണമായും അതിൻ്റെ അകത്ത് സഹകരിക്കുന്നവരാണ്. അപ്പോൾ ആ കാര്യവും കൂടി നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ മണക്കാട് കരയോഗത്തിൻ്റെ കൂട്ടായ്മ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ കൂടുതൽ എല്ലാ കുടുംബങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അവരെയെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഒരു സമ്പൂർണ്ണ കരയോഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് ജഗദീശൻ്റെയും ആചാര്യൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി ഈ കുടുംബമേള ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ യൂണിയൻ പ്രസിഡന്റ്, നന്ദി. നമ്മുടെ ഒരു മുഖ്യ ആകർഷകമായുള്ള അനുമോദനമാണ് ഈ അവസരത്തിൽ അടുത്തതായി ഇനം. ആദ്യമായി കൃഷ്ണേന്ദു അനിൽ, ആ കുട്ടിയെ ഒന്ന് പരിചയപ്പെടുത്താം. കൃഷ്ണേന്ദു അനിൽ വെണ്മയിൽ MG സർവകലാശാലയിൽ നിന്നും MSc ഫിസിക്സിനാണ് ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് ഈ തവണ ആ നേട്ടം കൈവരിച്ച കുട്ടി.
കൃഷ്ണേന്ദു വെണ്മയിൽ അനിൽകുമാറിൻ്റെയും രാജശ്രീയുടെയും മകളാണ്. പ്രിയപ്പെട്ട കൃഷ്ണേന്ദു അനിലിനെ ഈ അവസരത്തിൽ ഈ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിനു മുമ്പ് നിരവധി റാങ്കുകൾ വാരിക്കൂട്ടിയ കുട്ടിയാണ്. ഒരുപാട് കഴിവുള്ള കുട്ടി. നമുക്ക് നല്ല കയ്യടിയോടുകൂടി നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. വളരെ മിടുക്കി. അടുത്തതായി അതുൽ കൃഷ്ണ കൊച്ചി അമൃത വിദ്യാപീഠം യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc നാനോ എഞ്ചിനീയറിങ്ങിന് ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടിയാണ് അതുൽ കൃഷ്ണ. അതുൽ കൃഷ്ണയെ ഏറെ വിനയത്തോടുകൂടി ഈ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചോളും. അടുത്തതായി ശ്രിയ കെ മേനോൻ ദേശീയ സ്കൂൾ ബാഡ്മിൻ്റൺ മത്സരത്തിൽ തുടർച്ചയായി കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന കുട്ടിയാണ് ശ്രിയ കെ മേനോൻ. ഏറെ സ്നേഹത്തോടുകൂടി കുട്ടിയെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മറ്റ് 2 കുട്ടികളാണ് ഒരു കുടുംബത്തിലെ തന്നെ. ആരാധ്യ ആൻഡ് അർജുൻ ദേശീയ സൈക്ലിങ്ങിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കുട്ടികളാണ്. കിഴക്കേൽ ദേവയുടെയും ദീപുവിൻ്റെയും മക്കളാണ്. ഒരു വളരെ സാധു കുടുംബത്തിലെ കുട്ടികളാണ്. ഈ കുട്ടികൾ സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുത്തത് മറ്റൊരു കുട്ടിയുടെ സൈക്കിൾ മേടിച്ചിട്ടാണ് ഈ കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുത്തത്. സ്വന്തമായി സൈക്കിൾ ഇല്ല എന്നുള്ളൊരു വേദന അവർക്കുണ്ട്. അതുകൊണ്ട് സുമനസ്സുകളുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കുകയാണ്. 2 കുട്ടികളെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ അനുമോദിക്കാം. നല്ലൊരു കയ്യടിയോടുകൂടി പ്രോത്സാഹിപ്പിക്കാം. ദേശീയ സൈക്ലിങ്ങിൽ വളരെ മികച്ച വിജയം നേടിയിട്ടുള്ള കുട്ടികളാണ്. ഏറ്റവും സാധാരണ കുടുംബത്തിൽ അവർ അച്ഛനും അമ്മയെല്ലാം എവിടെയുണ്ട്. ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും വേദിയിലേക്ക് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അവരൊന്ന് പരിചയപ്പെടുത്തുന്നതിനായിട്ട് ദീപ ആൻഡ് ദീപു. കിഴക്കേൽ ദീപ ആൻഡ് ദീപു. ഈ കുട്ടികൾക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം സ്വന്തമായി സൈക്കിളില്ല എന്നുള്ളതാണ്. കാരണം മത്സരത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള അത്രയേറെ വളരെ മികച്ച സൈക്കിളുകൾ ആവശ്യമാണ്. അത് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ കഴിവിനെ പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ നിരവധി അവാർഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു ആരാധ്യ ആൻഡ് അർജുൻ. അവരുടെ അമ്മ ദീപയ്ക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഈ മിടുമിടുക്കരായ കുട്ടികൾക്ക് ഒരു സൈക്കിളില്ല എന്നുള്ള ഒരു ദുഃഖമുണ്ട്. അത് നമ്മൾ സുമനസ്സുകൾ എല്ലാവരും ചേർന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. താലൂക്കിൽ നിന്ന് നമുക്ക് കഴിയുന്നിടത്തോളമുള്ള ഒരു സഹായം തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൂടാതെ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നതും കൂടി ഞാൻ ഈ കാര്യത്തിൽ ചെയ്യുന്നതാണ്. താങ്ക് യു. നന്ദി പ്രസിഡന്റ്. നന്ദി. മറ്റേ സംഘം വിളിച്ചിട്ട് വിളിക്കാം. അടുത്തതായി സ്വാശ്രയ സംഘങ്ങൾക്ക് കരയോഗത്തിൽ നിന്നുള്ള ഗ്രാൻറ്റാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. ആ സംഘങ്ങളുടെ പ്രസിഡന്റ്, സെക്രട്ടറി ഒന്നിച്ച് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. എല്ലാ സംഘങ്ങളുടെയും പ്രസിഡന്റും സെക്രട്ടറിയും ഇപ്പോൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അതിനുശേഷം ഇവരിൽ നിന്ന് നറുക്കെടുത്ത് ഒരാൾക്ക് പ്രോത്സാഹന സമ്മാനവും നൽകുന്നുണ്ട്. കരയോഗത്തിൻ്റെ പ്രവർത്തനത്തിന് ഏറെ മികച്ച പിന്തുണ നൽകിക്കൊണ്ടുന്ന ഈ സംഘങ്ങൾക്ക് എല്ലാ സംഘങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി അവരെ എല്ലാവരും ഓരോരോ സംഘത്തിനും പ്രത്യേകം യൂണിഫോമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ ഏറെ ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഈ സംഘത്തിൻ്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഈ അവസരത്തിൽ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 7 സ്വാശ്രയ സംഘങ്ങളാണുള്ളത്. എക്സലൻ്റ് സംഘം സെക്രട്ടറി പ്രസിഡന്റ് എത്തിച്ചേരണം.
നിർമാല്യ സംഘം, ശ്രീനന്ദിനി സംഘം, ഐശ്വര്യ സംഘം, ധനലക്ഷ്മി, പൂർണ്ണശ്രീ, അമൃതശ്രീ, ഇങ്ങനെ 7 സംഘത്തിലെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം. അവർക്കുള്ള ഗ്രാൻഡ് ഇപ്പോൾ തന്നെ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ ഈ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് 1000 രൂപയാണ് ഗ്രാൻഡായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചുള്ളൂ. പക്ഷേ ഈ വർഷം ആയിക്കഴിഞ്ഞപ്പോൾ ഈ സംഘത്തിൻ്റെയൊക്കെ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനം, കരയോഗത്തോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, സംഘത്തിൻ്റെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സംഘത്തിൻ്റെ അഭൂതപൂർവമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കണ്ട് കരയോഗം കമ്മിറ്റി കൂടി കരയോഗം പ്രസിഡന്റ് പറഞ്ഞു 2000-ന് മുകളിലെങ്കിലും നമ്മൾ ഇവർക്ക് ഗ്രാൻഡായിട്ട് നൽകണം എന്ന് പറഞ്ഞു. ഈ വർഷം അതുകൊണ്ട് 2100 രൂപ കരയോഗം ഈ ഓരോ സംഘത്തിനും ഗ്രാൻഡായിട്ട് ഇപ്പോൾ നൽകുകയാണ്. ആദ്യം ധനലക്ഷ്മി സംഘം. ധനലക്ഷ്മി സംഘത്തിന് ഉള്ള ഗ്രാൻഡ് കരയോഗത്തിൽ നിന്നുള്ള ഗ്രാൻഡാണത്. നമുക്ക് നല്ല കയ്യടിയോടി നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. കാരണം വനിതാ സമാജത്തിൻ്റെ മാത്രമല്ല കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവരുടെ മികവുറ്റ പ്രവർത്തനങ്ങൾ ഏറെ സഹായകരമാണ്. അടുത്ത ഐശ്വര്യ സ്വാശ്രയ സംഘം. എക്സലൻ്റ് സ്വാശ്രയ സംഘം അടുത്തത്. പ്രസിഡന്റ് സെക്രട്ടറി എത്തിയില്ലെങ്കിൽ ഉള്ള അംഗങ്ങൾ എത്തണ്ടേ അല്ലേ? ശ്രീനന്ദിനി സ്വാശ്രയ സംഘം. നിർമാല്യം സ്വാശ്രയ സംഘം. പൂർണ്ണശ്രീ സ്വാശ്രയ സംഘം. ചിലവർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവർക്ക് എത്താൻ പറ്റാത്തത്. അമൃതശ്രീ സ്വാശ്രയ സംഘം. എക്സലൻ്റ് സ്വാശ്രയ സംഘം. ഈ സംഘക്കാർ ഇറങ്ങിപ്പോകരുത്. കൊടുത്തിരിക്കുന്ന പ്രോത്സാഹനം കുറഞ്ഞു പോയി എന്നാണ് വനിതാ സമാജം പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്ക് നറുക്കെടുത്ത് ഒരാൾക്കൊരു പ്രോത്സാഹന സമ്മാനം കൂടി കൊടുക്കണമെന്ന് വനിതാ സമാജം അറിയിച്ചിട്ടുണ്ട്. ആ നറുക്കെടുപ്പ് ഇപ്പോൾ നടത്തി അതിനുള്ള സമ്മാനം നൽകുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് യൂണിയൻ പ്രസിഡന്റാണ് ഇതിനുള്ള സമ്മാനം നൽകുന്നത്. നറുക്കെടുക്കുന്നത് യൂണിയൻ പ്രസിഡന്റ്. ചായ കൊടുക്കാം. നിർമാല്യ സംഘത്തിൻ്റെ സെക്രട്ടറിക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. സെക്രട്ടറി ചിത്ര പ്രമോദ്, നിർമാല്യ സംഘത്തിൻ്റെ സെക്രട്ടറിയെ ഏറെ സന്തോഷത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന്. സെക്രട്ടറി പറഞ്ഞിട്ട് വിളിച്ചോളൂ. പുതിയ സംഘത്തെയല്ലേ? അടുത്തതായി പുതിയ സംഘത്തെയാണ് ഇപ്പോൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. പുതിയതായി രൂപീകരിച്ച ചാരുത സ്വാശ്രയ സംഘം. അവരെ ഒന്ന് പരിചയപ്പെടുത്തുക. അത് കഴിഞ്ഞു മതിയോ? അവരെ എല്ലാ അംഗങ്ങളെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതിൽ പ്രസിഡന്റ് അവർ സംഘാംഗങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഏറ്റവും പുതിയ സംഘം വളരെ ഊർജ്ജസ്വലമായി ഏറ്റവും പുതിയ യൂണിഫോമൊക്കെ ആയിട്ടാണ് അവർ എല്ലാവരും എത്തിയിട്ടുള്ളത്. അതാണ് ചാരു എന്ന് പേരിട്ടേണേ. അതെ, ആ പേരുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമാണ്. പറഞ്ഞു അതിന് മോദിച്ചോളാം ഞാൻ ലാസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ സ്വാശ്രയ സംഘം ചാരുത. അപ്പോൾ ചാരുതയിലെ അംഗങ്ങളെ പരിചയപ്പെടുത്താം. പാർവതി സജിത്ത്. പാർവതി ഇൻഫോസിസ് വർക്ക് ചെയ്യുന്നു. അവരെ വേദിയിലേക്ക് മാറിയാൽ എല്ലാവർക്കും അങ്ങോട്ട് നീ. അഞ്ജലി മോഹൻ. അഞ്ജലി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. സിനി ദിബിൻ. സിനി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സർക്കാർ സർവീസ് അല്ല.
ഇത് ശ്രീവത്സ. ശ്രീവത്സ റിട്ടയർഡാണ്. പഞ്ചായത്തിൽ ജോലിയായിരുന്നു. ബാങ്കിൽ ജോലിയായിരുന്നു രമ്യ. ഇത് രാധാ ജയൻ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. സിന്ധുവും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇത് ലത ജോലി ചെയ്യുന്നത് റെയിൽവേയിലായിരുന്നു. പിന്നീട് വില്ലേജ് ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ജീവിതമാണ്. ശ്രീജ പരിചയപ്പെടുത്തുവാണെങ്കിൽ വനിതാ സമാജത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇങ്ങനെയൊരു സംഘം രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് ശ്രീജ. ദർശനയ്ക്ക് സ്വന്തമായി ഒരു ബേക്കറിയാണുള്ളത്. നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിനുള്ളിൽ. ദർശനയും പരിചയപ്പെടുത്തുന്നു. പിന്നെ ഞാനാണുള്ളത്. ഞാനും ഉണ്ട് ഈ കൂടെ. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തൊടുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കാര്യം നമ്മുടെ സമ്മേളനത്തിലെ സമയം നമ്മളിതിനു വേണ്ടി കണക്ക് കൂട്ടിയതല്ലെങ്കിൽ പോലും കരയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു പ്രവർത്തനമാണ് ഈ കരയോഗത്തിൻ്റെ നട്ടെല്ല് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ സമയം പോകുന്നത് കണക്ക് കൂട്ടുന്നില്ല. 8ാമത്തെ സ്വാശ്രയ സംഘമാണ്. 9ാമത് ഒരു സംഘം കൂടി അണിയറയിൽ ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സമ്മേളനത്തിൽ ഇതിൻ്റെ സമയം നമ്മൾ കണക്ക് കൂട്ടുന്നേ ഇല്ല. എവിടെയെങ്കിലും കൊടുക്കണം. അടുത്തതായി വേദിയിൽ ബഹുമാന്യായ യൂണിയൻ സെക്രട്ടറി ശ്രീ SN ശ്രീകാന്ത് സാറാണ്. അതിനു മുമ്പ് എൻഡോമെൻ്റ് സ്വീകരണമുണ്ട്. നമ്മുടെ പ്രവർത്തകനായ നമ്മുടെ സമുദായാംഗമായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീ ബാലചന്ദ്രൻ പൂവത്തെങ്കൽ, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കുടുംബം നൽകുന്ന എൻഡോമെൻ്റ് ഈ അവസരത്തിൽ കരയോഗം പ്രസിഡന്റ് സ്വീകരിക്കുന്നതാണ്. ഈ എൻഡോമെൻ്റ് നൽകുന്നതിനായി ബഹുമാനിയ പൂവത്തെങ്കൽ ബാലചന്ദ്രൻ്റെ ലളിത ചേച്ചി, മകൻ അനീഷ് എന്നിവരിൽ എത്തിച്ചേർന്നവരെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന സ്വർഗീയനായ ശ്രീ ബാലചന്ദ്രൻ പൂവത്തെങ്കൽ, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കുടുംബം നൽകുന്ന എൻഡോമെൻ്റാണ്. ഇത് സ്വീകരിക്കുന്നതിനായി ബഹുമാനിയായ കരയോഗം പ്രസിഡന്റിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മംഗല്യനിധിയാണ്. മാടപ്പള്ളിൽ ശ്രീമാൻ ഹരിച്ചറിൻ്റെയും ശ്രീമതി ജയസി ചേച്ചിയുടെയും മകൻ വിഷ്ണുവിൻ്റെ വിവാഹത്തോടനുബന്ധിച്ചിട്ട് കരയോഗത്തിന് നൽകുന്ന മംഗല്യനിധിയിലേക്കുള്ള സംഭാവന ബഹുമാനിയായ കരയോഗം പ്രസിഡന്റ് സ്വീകരിക്കുന്നു. ഈ അവസരത്തിന് ബഹുമാനായ ശ്രീമാൻ ഹരിച്ചറിനെയും ജയശ്രീ ജിയെയും ഇതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം മാടപ്പള്ളിൽ ഹരിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള എൻഡോമെൻ്റാണ് ഈ അവസരത്തിൽ കരയോഗത്തിനായി സമർപ്പിക്കുന്നത്. എൻഡോമെൻ്റ് സമർപ്പിച്ച ലളിത ചേച്ചിക്കും ഹരിച്ചേട്ടനും നന്ദി രേഖപ്പെടുന്നു. തുടർന്ന് ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് ബഹുമാനായ യൂണിയൻ സെക്രട്ടറി ശ്രീ SN ശ്രീകാന്ത് സാറിനെ ഏറെ വിനയത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ കരയോഗം പ്രസിഡന്റ് ശ്രീ ജനാർദ്ദൻ സാർ അവർകൾ, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ യൂണിയൻ പ്രസിഡന്റ് ശ്രീ കൃഷ്ണപിള്ള സാറ്, കരയോഗത്തിൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ജയരാജ് ഉൾപ്പെടെ വേദിയിലുള്ള വനിതാ സമാജം പ്രസിഡന്റ്, സെക്രട്ടറി, പ്രിൻസിപ്പൽ, HM, നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള മണക്കാട് കരയോഗത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളെ, വനിതാ സമാജ അംഗങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ സമയം 5:30 ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചു സമയം. ഇപ്പം 5:50 അതിനിടയിൽ ചായ വന്നിട്ടുണ്ട്, അതിൻ്റെ തിരക്ക് അവിടെ നടക്കണം. അതുകൂടാണ്ട് 8 ആശംസകൾ കൂടിയുണ്ട്. അത് കഴിഞ്ഞ് വേണം നമ്മുടെ കലാസന്ധ്യ ആരംഭിക്കാൻ. അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നമുക്ക്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആനുകാലിക സംഭവ വികാസങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വളരെ ഭംഗിയായിട്ട് നമ്മുടെ സംവിധാനം 110 വർഷവും കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ്. ഈ കരയോഗത്തിൻ്റെ 100-ാം വർഷവും മന്നത്താചാര്യൻ നടന്നു വന്ന് സ്ഥാപിച്ച ഈ 170-ാം നമ്പർ മണക്കാട് NSS കരയോഗത്തിൻ്റെ 100-ാം വർഷത്തിലേക്ക് മുന്നോടിയായിട്ടുള്ള കുടുംബ സംഗമം ഇവിടെ നടന്നു വരികയാണ്. അത് ഗംഭീരമായി ഒരു വിവാഹം പോലെ, അത് പെണ്ണുകാണൽ ചടങ്ങ് മുതൽ വിവാഹ നിശ്ചയം മുതൽ പന്തലിന് കാൽനാട്ട് കർമ്മം മുതൽ എല്ലാ ചടങ്ങുകളും ഇവിടെ ഭംഗിയായി അത് അവതരിപ്പിച്ച് അതിൻ്റെ അവസാന സെക്ഷനിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. പ്രൗഢം ഗംഭീരം എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ രാത്രി ഇതിൻ്റെ വീഡിയോ നമ്മൾ പല ഗ്രൂപ്പുകളിലും കണ്ടു. ഇത്രയേറെ വിശാലമായ പന്തലിട്ട് അത് ഗംഭീരമായി അലങ്കരിച്ച് കസേരകളൊക്കെ നിരത്തി എല്ലാ സമുദായാംഗങ്ങളെയും ഒരു കുടക്കീഴിൽ മാറ്റി നിർത്താതെ എത്തിച്ച് വളരെ ഭംഗിയായ രീതിയിൽ അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ആദ്യമേ പ്രശംസയോടുകൂടി പറയേണ്ട കാര്യം. അതിലേറെ 8ാമത് ശാസ്ത്രീയ സംഘം ചാരുലത എന്നാണ് ചാരുത സിൽക്ക് ആൻഡ് സാരീസ് ഞാൻ തൃപ്പൂണിത്തുറ ഏറ്റവും വലിയ കടയാണ്. നമ്മുടെയൊന്നും അല്ല കേട്ടോ, വേറെ ആമ്പിള്ളേരുടെയാണ്. എല്ലാവരും സാധനം മേടിക്കണേ അവിടെ നിന്നാണെന്നുള്ളൂ. അപ്പോൾ അതേപോലെ ഒരു പേരിൽ ആദ്യമായിട്ട് 20,000 വനിതാ സ്വയം സഹായ സംഘങ്ങളായി. എല്ലാം ദൈവത്തിൻ്റെയോ ഭഗവതിയുടെയൊക്കെ പേരാണ് കൂടുതലും കണ്ടേക്കണേ. ഐശ്വര്യ. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടൊരു പേരും വ്യത്യസ്തമായിട്ടൊരു 10 ചെറുപ്പക്കാരും. ഞാനോർത്ത് കൊച്ചു പിള്ളേർ യൂണിഫോം ഇട്ട് കയറി വന്നെയാന്ന് ഓർത്ത്. എല്ലാം ജോലിക്കാരും അതേപോലെ തന്നെ റിട്ടയർഡൊക്കെ ആണ് എന്നുള്ളത് പേര് പരിചയപ്പെടുത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത്രയേറെ നല്ല പ്രവർത്തനം വനിതാ സംഘം ഇവിടെ കാഴ്ചവെച്ചു. ഏതാണ്ട് 8ാമത് സംഘം രൂപീകരിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ കൈകൾക്ക് ശക്തി പകരുവാൻ 20,000 സംഘങ്ങളിലേക്കുള്ള കുതിപ്പ് അത് ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇനി 9ഉം ഇപ്പോൾ ഇവിടെ രൂപീകരിച്ചു വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. വളരെയേറെ സന്തോഷമുണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ. അപ്പോൾ തൊടുപുഴ താലൂക്ക് യൂണിയനിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന കരയോഗങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചു. സാമ്പത്തികം ഉൾപ്പെടെ എല്ലാ ശക്തിയും കരുത്തും ഈ ഇരിക്കുന്ന സമുദായ അംഗങ്ങളാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 20 സെൻറ്റെങ്കിലും കുറഞ്ഞത് കണ്ടെത്തി നമ്മുടെ ഒരു സ്ഥാപനം അവിടെ ഉയരണം. എത്ര വില വന്നാലും, അല്ലെങ്കിൽ സമുദായ അംഗങ്ങളുടെ സ്ഥലമുണ്ടെങ്കിൽ ആരെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെ പേരിൽ അത് കൈ അയച്ച് സഹായിച്ച് ചെറിയൊരു എമൗണ്ടിനൊക്കെ കരയോഗത്തിന് കൊടുത്തുകൊണ്ട്, അങ്ങനെയാണ് എല്ലാം മന്നത്താചാര്യൻ്റെ കാലത്ത് കാണേണ്ടതായ സ്വത്തുക്കളെല്ലാം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങളായിട്ട് ഭാവിയിൽ ഒരു മന്ദിരം ഉണ്ടാവട്ടെ, വലിയൊരു മന്ദിരം ഒരു ഹാളോടുകൂടി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആ കുഞ്ഞു മക്കൾക്ക് ആ 2 പേർക്കുമുള്ള സൈക്കിളിന് 40,000 30,000 ഒക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നണേ. അതിന് കരയോഗം 2 ലക്ഷമോ എൻ്റെ പൊന്നോ, നമ്മുടെ അറിവിലൊക്കെ ഒരു 40 വരെയൊക്കെ കേട്ടിട്ടുള്ളൂ. ബൈക്കിന് 3-4 ലക്ഷം രൂപ സൈക്കിളിന്. അപ്പോൾ കരയോഗം ഓർമ്മ മുൻകൈ എടുത്ത് മേടിച്ചു കൊടുക്കണമെന്ന് പറയാൻ വന്ന ഞാൻ അത് പയ്യെ പുറകോട്ട് പോയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അതിന് വേണ്ട ഒരു സഹകരണം ഉണ്ടാവും. യൂണിയൻ സാറ് പ്രഖ്യാപിച്ചു. യൂണിയനിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും പ്രധാന വ്യക്തികളെയൊക്കെ കണ്ട് നമ്മുടെ സഹായവും, അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ടാണെങ്കിലും ആ ലക്ഷ്യം പ്രാപ്തമാക്കണം. അതിനുവേണ്ടി കൂട്ടായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ കുടുംബസംഗമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. GNSS യോഗത്തെ ധന്യമായിക്കുക ശ്രീ SN ശ്രീകാന്ത് സാറിന് നന്ദി. ഇപ്പോൾ ഒരു നറുക്കെടുപ്പുണ്ട്. നമ്മുടെ കരയോഗത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പരസ്പര സഹായനിധിയാണ്. ഈ പരസ്പര സഹായനിധിയിൽ പങ്കെടുത്തുള്ള അംഗങ്ങളിൽ നിന്നും നറുക്കെടുപ്പാണ്.
അതിനായി ബഹുമാന്യ സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിനു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, നമ്മുടെ ഈ കരയോഗത്തിൻ്റെ സാമ്പത്തികം പ്രധാനമായിട്ടും നമ്മൾ നടത്തുന്ന പരസ്പര സഹായ നിധികളാണ്. 12 പരസ്പര സഹായ നിധിയിലൂടെ ഏതാണ്ട് 250-ൽ പരം ആളുകളാണ് നമ്മളുമായിട്ട് സഹകരിച്ച് കരയോഗത്തിൽ പ്രവർത്തിക്കുന്നത്. കരയോഗ അംഗങ്ങളാണ് അതിനകത്ത് 99%. അതുകൊണ്ട് ഒരു മെഗാ സമ്മാനം നമ്മൾ ഈ കുടുംബമേളയിൽ വച്ച് ഏറ്റവും വലിയൊരു പ്രോത്സാഹനം എന്ന നിലയിൽ കരയോഗത്തെ സാമ്പത്തികമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരസ്പര സഹായ നിധിയിൽ ചേർന്നിട്ടുള്ള ഒരു അംഗത്തിന് നറുക്കെടുത്ത് ഈ കുടുംബമേളയിൽ വച്ച് യൂണിയൻ പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ആ സമ്മാനം നൽകുന്നതാണ്. അതിൻ്റെ നറുക്കെടുപ്പ് ഇപ്പോൾ നടത്തുന്നതാണ്. ആ നറുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പരസ്പര സഹായനിധിയിൽ അംഗമായിട്ടുള്ളവരിൽ നിന്നുള്ള ഒരു നറുക്കെടുപ്പാണ്. അല്ലേ 108 പരസ്പര സഹായതയിൽ അംഗമായിട്ടുള്ള 108-ാം നമ്പർ വ്യക്തി ആരാണ്? 108 ആണോ? ആ, രജിസ്റ്ററിലൊന്ന് നോക്കാനുള്ള 1 മിനിറ്റ് താമസം. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ യൂണിയൻ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച യൂണിയൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ കൃഷ്ണപിള്ള അവറുകൾ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച യൂണിയൻ്റെ ആദരണീയനായ സെക്രട്ടറി ശ്രീ എസ് എൻ ശ്രീകാന്ത് സർ, വനിതാ യൂണിയൻ്റെ സെക്രട്ടറി ശ്രീമതി പ്രസീത സോമൻ അവറുകൾ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മണക്കാട് കരയോഗത്തിൻ്റെ സമാദരണീയരായ കുടുംബാംഗങ്ങളെ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നതൊക്കെയും അപരന് സുഖത്തിനായി ഭവിക്കണം എന്ന ആശയത്തെ മുൻനിർത്തി ആ ആശയം എപ്പോഴും പാലിക്കപ്പെടണം എന്ന നിഷ്കർഷയോടുകൂടി സമുദായ ആചാര്യൻ്റെ ആദർശങ്ങളെ അണുവിടാതെ പിന്തുടർന്നുകൊണ്ട് സമുദായത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ വിജയക്കൊടി പാറിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെങ്ങും പ്രവർത്തനമുഖമായ ധാരാളം കർമ്മനിരതമായ മണ്ഡലങ്ങളിലേക്കാണ് ഈ മണക്കാട് കരയോഗം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. മേൽ പ്രസ്താവിച്ചവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒന്നിനൊന്ന് വിജയങ്ങളിലേക്ക് എത്തുവാനായി മണക്കാടിൻ്റെ കരയോഗ, വനിതാ സമാജ, ബാലസമാജ, ശാസ്ത്ര സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ. അതിനായി മന്നത്താചാര്യനും ജഗദീശ്വരനും അളവറ്റ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് NSS. താങ്ക് യു. ഈ അവസരത്തിൽ കുടുംബമേളയെ ധന്യമാക്കിയ ബഹുമാന്യ വനിതാ യൂണിയൻ പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തിയാണ്. ഒരറിയിപ്പുണ്ട്. ഇപ്പം നമ്മുടെ യൂണിയൻ പ്രസിഡന്റും യൂണിയൻ സെക്രട്ടറിയും എല്ലാം പറഞ്ഞതനുസരിച്ചിട്ട് ഈ സമുദായ സ്നേഹിയായിട്ടുള്ള ഒരാൾ ആ കുട്ടികൾക്ക് ഒരു നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു സംഭാവനയാണ്. അവരുടെ പേരൊന്നും പരിചയപ്പെടുത്തണ്ട എന്ന് പറയുന്നതുകൊണ്ട് പേര് പറയുന്നില്ല. ഏതായാലും നമുക്ക് വലിയൊരു പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞു. അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്ന് നമ്മുടെ സമ്മേളനത്തിൽ ശ്രീമതി സിന്ധു, ബഹുമാനിയായ പ്രിൻസിപ്പൽ NSS HSSലെ ടീച്ചറെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ അവസരത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ KP ജനാർദ്ദനൻ നായർ അവറുകൾ,
ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കൃഷ്ണപിള്ള സാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ സാംസ്കാരിക തലത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തുന്നതിനും വിശിഷ്യ നായർ സമുദായ ഉന്നതിക്കായും ജീവിതം ഒഴിഞ്ഞുവെക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കേരളത്തിലുടനീളം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കരയോഗങ്ങളുമെല്ലാം കെട്ടിയുയർത്തുകയും ചെയ്ത നമ്മുടെ മന്നത്താചാര്യൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മണക്കാട് കരയോഗത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. മണക്കാട് ഗ്രാമത്തിൻ്റെ സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ അതിലേറെ ഈ കരയോഗ അംഗങ്ങളുടെ ഉന്നമനത്തിനുമായി കരയോഗത്തിന് പ്രവർത്തിക്കാനാവട്ടെ എന്നുള്ള പ്രാർത്ഥന അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ 100-ലേറെ സ്ഥാപനങ്ങളിൽ NSS സ്ഥാപനങ്ങളിൽ ഒന്നായ മണക്കാട് സ്കൂള് ഏകദേശം 100 വർഷങ്ങൾ തികയ്ക്കാൻ 2 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഇത്രയേറെ അംഗങ്ങളുള്ള ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കരയോഗത്തിൻ്റെ ഭാഗമായി ഈ സ്കൂളിന് ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. തുടർന്ന് സ്കൂളിനും ഈ സമൂഹത്തിനുമെല്ലാം എല്ലാ നന്മകളും ചെയ്യാൻ ഓരോ അംഗങ്ങൾക്കുമാകട്ടെ ആ കൂട്ടായ്മയിലൂടെ നാടും നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രവും എല്ലാം നന്നാവട്ടെ. ഈ സരസ്വതി ക്ഷേത്രത്തിനും ഓരോ അംഗങ്ങളുടെയും പ്രാർത്ഥനയും സഹകരണവും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കരയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. വേദിയെ ധന്യമാക്കിയ പ്രിൻസിപ്പൽ ശ്രീമതി സിന്ധു ടീച്ചർക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുന്നു. തുടർന്ന് ശ്രീമതി ബി ശ്രീജ, ഹെഡ് മിസ്സസ് മണക്കാട് NSS ഹൈസ്കൂൾ ടീച്ചറെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളു. നമ്മുടെ ഈ സൈക്ലിങ്ങിലെ ആരാധ്യയുടെയും മറ്റേ ദീപുവിൻ്റെ വൈഫ് കൂടെ എത്തിച്ചേർന്നിരുന്നു. വനിതാ യൂണിയൻ പ്രസിഡന്റ് അന്വേഷിക്കുന്നുണ്ട്. ഈ സ്റ്റേജിലേക്ക് ഒന്ന് വരണം. പോയോ? ആ കുട്ടിയെ കൊണ്ട് ആശുപത്രി പോയി. കാരണം അത് വരുന്ന വഴിക്ക് വീണിട്ട് തോളലിന് എന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആശുപത്രി പോയി എക്സ്റേ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങ് പോയി. അതെ, വരുന്നുണ്ട് പോകാനായിട്ട് ഇറങ്ങിയായിരുന്നു. അതെ, വരുന്നുണ്ട്. വേഗം വന്നോ. മോനെ നിങ്ങളും ചെല്ലും. ഇവർ വരുന്ന വഴിക്ക് ഈ കുട്ടിയൊന്ന് വീണ് തോളലിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം എക്സ്റേ എടുക്കാൻ പോകുമെന്നാണ് അറിയിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അവർ എക്സ്റേ എടുത്തിട്ട് വരും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ 3-ാം വർഷവും മണക്കാട് 170-ാം നമ്പർ കരയോഗത്തിൻ്റെ കലാമേളയിലും കുടുംബമേളയിലും പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു. സമുദായ ആചാര്യൻ്റെ പാദമുദ്രകൾ പതിച്ച നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് തന്നെ ഈ കുടുംബമേള വെച്ചത് തീർച്ചയായും ഒരു ഭാഗ്യം തന്നെയാണ്. സ്വാഗത പ്രസംഗത്തിൽ കരയോഗം സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ കരയോഗ അംഗങ്ങൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ ഭാരവാഹികളുടെ ഭരണാധികാരികളുടെ നട്ടെല്ലും താങ്ങും തണലുമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 37 കരയോഗങ്ങളുള്ളതിൽ 36 കരയോഗങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് തുടർച്ചയായി 1-ാം സ്ഥാനം തന്നെ നേടുവാൻ മണക്കാട് കരയോഗത്തിന് സാധ്യമാകുന്നത്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. പ്രിയ എക്സ് ഹെഡ് മിസ്സസിന് നന്ദി രേഖപ്പെടുന്നു. തുടർന്ന് നമ്മുടെ ഈ യോഗത്തെ ആശംസകൾ അറിയിക്കുന്നതിനായിട്ട് ശ്രീമതി പ്രസീത സോമൻ, വനിതാ യൂണിയൻ സെക്രട്ടറിയെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ആരാധനായ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ കെ കൃഷ്ണപിള്ള സർ, വേദിയിരിക്കുന്ന ബഹുമാൻ്റെ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ,
ആസ്തിയിൽ കുറവാണെങ്കിലും താലൂക്ക് യൂണിയനിൽ വെച്ച് സമ്പന്നതയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു കരയോഗമാണ് ഈ മണക്കാട് കരയോഗം എന്നുള്ളതിൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അഭിമാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആസ്തി കുറവാന്നുള്ളൊരു വിഷമം എന്തായാലും ഈ കരയോഗത്തിന് വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഓരോ ദിവസം കഴിയുന്നോറും വളരെ സ്പീഡിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 25 വർഷം മുമ്പുണ്ടായിരുന്ന നമ്മളാണോ ഇന്ന് നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, സൗഹൃദങ്ങളിൽ എല്ലാത്തിലും മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മണക്കാട് കരയോഗത്തിൻ്റെ ഓരോ പരിപാടികൾ വരുമ്പോഴും തോന്നുന്നത്. ഓരോ വർഷം പുതിയതായി ഓരോരോ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന് മികവുറ്റ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തുടർന്നും ഇതുപോലെ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ധാരാളം പ്രവൃത്തിയിലൂടെ അതുപോലെ പുതിയ സംഘങ്ങൾ ഉണ്ടായിക്കൊണ്ടും അതുപോലെ വനിതകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്ന ഒരു കരയോഗമായിക്കൊണ്ടും നല്ല മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ കാഴ്ചവെക്കാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. JNSS. താങ്ക് യു പ്രസിദ്ധ ചേച്ചി. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതായി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ജീന അനിലിനെ ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളും. ബഹുമാന്യ യോഗാധ്യക്ഷൻ കരയോഗം പ്രസിഡന്റ് KP ജനാർദ്ദൻ നായർ അവർകൾ, നമ്മളുടെ കുടുംബമേള ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള അവർകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഒരുപാട് വൈകിയ വേളയിൽ കലാ പരിപാടികൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്നറിയാം. നമ്മുടെ കുടുംബമേളയ്ക്ക് മണക്കാട് 170 നമ്പർ NSS കരയോഗത്തിൻ്റെ കുടുംബമേള 2025 എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബമേളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി. താങ്ക് യു ജീനാലിൽ. തുടർന്ന് നമ്മുടെ ആശംസകൾ ഇപ്പോൾ സമയം വളരെയധികം ദീർഘിച്ചു പോയതുകൊണ്ട് അടുത്തതായി കൃതജ്ഞതയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്താനായി ബഹുമാനിയായ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അരുൺകുമാറിനെ ഏറെ വിനയത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇഷ്ട വ്യക്തികൾക്കും എല്ലാ നല്ലവരായ സമുദായങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുന്നതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ കരയോഗം പ്രസിഡന്റ് ശ്രീ ജനാർദ്ദൻ സാർ അവർക്ക് എൻ്റെ പേരിലും ഈ കരയോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള അവർക്കും എൻ്റെ പേരിലും കരയോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ യോഗത്തിന് ആശംസ അർപ്പിക്കാനെത്തിയ പ്രിയങ്കരനായ യൂണിയൻ സെക്രട്ടറി ശ്രീകാന്ത് സാറിനും ഞാൻ എൻ്റെ പേരിലും കരയോഗത്തിൻ്റെ പേരിലും കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ്, മണക്കാട് NSS പ്രിൻസിപ്പൽ ശ്രീമതി സിന്ധു ടീച്ചർ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ശ്രീജ ടീച്ചർ, വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീമതി പ്രസീത സോമൻ, എല്ലാവർക്കും ഈ യോഗത്തിൻ്റെയും എൻ്റെ പേരിലും കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച വാർഡ് മെമ്പർ ശ്രീ ജീന അനിലിനും ഈ യോഗത്തിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച കരയോഗം സെക്രട്ടറി ശ്രീ ജയരാജന് എൻ്റെ പേരിലും കരയോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുന്നു. കരയോഗം വൈസ് പ്രസിഡന്റ് ശ്രീ രവിചേട്ടൻ, കരയോഗം ഡയറക്ടർ കുട്ടൻചേട്ടൻ, വനിതാ സമാജം പ്രസിഡന്റ് കോമളം ചേച്ചി, വനിതാ സമാജം സെക്രട്ടറി സുജാ ചേച്ചി, മറ്റെല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും, ബാലസമാജം പ്രസിഡന്റ് മാസ്റ്റർ ശ്രീഹരി എന്നിവർക്കും എൻ്റെ പേരിലും കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ യോഗത്തിന് ശബ്ദവും വിളിച്ചു നൽകിയ AS സൗണ്ട്, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ചെയ്ത പൂജാ ഡെക്കറേഷൻ എന്നിവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നുള്ള കലാമണ്ഡലം രേവതി V നായർക്കും അവർക്കും കൃതജ്ഞത രേഖപ്പെടുന്നു. ഈ യോഗം ഇത്രയും ഭംഗിയായി നടക്കുന്നതിന് ഈ സ്കൂളും പരിസരവും വിട്ടു നൽകിയ സ്കൂൾ മാനേജ്മെൻറ്റിനും നന്ദി രേഖപ്പെടുന്നു. കായികമേളയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരുന്ന ശ്രീ ജയരാമൻ സാർ ആൻഡ് ഫാമിലിക്ക് പടമറ്റത്തിൽ അവർക്ക് ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ഭക്ഷണം തയ്യാറാക്കി തരുന്ന അമൃത കേറ്ററിങ്ങിന് ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. കുടുംബമേള വൻ വിജയമാക്കി തീർക്കുന്നതിന് അക്ഷീണം പ്രവർത്തിച്ച ആഘോഷ കമ്മിറ്റി അംഗങ്ങൾക്കും
വനിതാ സമാജം, ബാലസമാജ അംഗങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത ഓരോ സമുദായങ്ങൾക്കും എൻ്റെ പേരിലും കരയോഗത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നുണ്ട്. നിർത്തുന്നു. നമസ്കാരം. ജയ് NSS. താങ്ക് യു ശ്രീ അരുൺകുമാർ. നമ്മുടെ കുടുംബമേളയുടെ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ശേഷം കലാസന്ധ്യയാണ്. കലാസന്ധ്യയ്ക്ക് മുമ്പായിട്ട് നമുക്ക് സാങ്കേതിക പ്രശ്നം മൂലം മാറിപ്പോയ ഒരു കുട്ടിയുടെ ഒരു പാട്ടും കൂടെ, ഗാനം കൂടെ ഉണ്ട്. ഇപ്പോൾ അല്പം താമസിച്ചു പോയി. പരിപാടി നമ്മൾ അത്ര സ്ട്രിക്റ്റായിട്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി നടത്തിയിരുന്നുവെങ്കിൽ നമുക്ക് കൃത്യം 9:30 തന്നെ തീർക്കാൻ സാധിക്കുമായിരുന്നു. ഇത് നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ തന്നെ ഉള്ള ആളുകളുടെ പ്രോഗ്രാമാണ്, കുട്ടികളുടെ പ്രോഗ്രാമാണ്. അതൊരു പ്രോത്സാഹനമാണ്. അതുകൊണ്ടാണ് ഈ 1 മണിക്കൂർ വൈകിപ്പോയത്. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സമ്മാനദാനം നടത്തി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരണം. നോട്ടീസിൽ പ്രത്യേകം പറഞ്ഞിരുന്നു കായികമേളയുടെ സമ്മാനം കുടുംബമേളയ്ക്ക് മാത്രമാണ് നൽകുന്നത് എന്നത്. സമയം താമസിച്ചു പോയതുകൊണ്ട് അത് മേടിച്ചില്ല എന്നോർത്ത് ബുദ്ധിമുട്ടുണ്ട്. നാളെ കരയോഗം ഓഫീസിൽ വന്നാലും ഈ കായികമേളയുടെ സമ്മാനം അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. പേര് വിളിക്കുന്നവർ എത്രയും പെട്ടെന്ന് കടന്നു വരണം. ആദ്യമായി മിഠായി വർക്കൽ LKG UKG വിഭാഗത്തിലെയാണ്. ഫസ്റ്റ് നിവേദ്യ ജെ കൈപ്പിച്ചൽ, സെക്കൻഡ് നിവേദ്യ വിനോദ്. വേഗം തന്നെ ചെന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണം. അടുത്തത് കുളങ്കര കുട്ടികളുടെ വിഭാഗമാണ്. അശ്വിൻ K വിനോദ്, കൃഷ്ണദേവ്, ബിജു മഞ്ഞപ്പള്ളിൽ. കുളങ്കരയുടെ ഫസ്റ്റും സെക്കൻഡുമാണ്. ഇപ്പോൾ വേദിയിൽ നിവേദ്യ ജെ കൈപ്പിച്ചൽ. ഈ പേര് വിളിക്കുന്ന സമ്മാനം മേടിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് ടിക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നാളെ അത് ബുദ്ധിമുട്ട് വരും. ഏതൊക്കെ കുട്ടികളാണ് മേടിക്കണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആവും നാളെ. ഇപ്പോൾ നിവേദ്യ മാത്രമല്ലേ വന്നുള്ളൂ? വിനോദും രണ്ടുപേരും വന്നു. കായികമേളയ്ക്ക് എഴുതിയ മായ ടീച്ചറോട് വരുവാണെങ്കിൽ നമുക്കത് ടിക്ക് ചെയ്ത് പോകാം. ഇല്ലെങ്കിൽ പരിപാടി നാളെയും ഈ കുട്ടികൾക്ക് കൊടുക്കാൻ തെറ്റിപ്പോവും. വളരെ സ്പീഡ് ചെയ്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടാവും. ടീച്ചർ ഇങ്ങോട്ട് വന്നാൽ മതി. ടീച്ചർ ഇവിടെ വന്നാൽ മതി. ടീച്ചർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. എന്നാൽ രവിച്ചാൽ നിങ്ങൾ പറയാം. ടിക്ക് ചെയ്തു. കൊച്ചിൻ്റെ പേര് കുളങ്കര കുട്ടികൾ. ഫസ്റ്റ് അശ്വിൻ K വിനോദ്, സെക്കൻഡ് കൃഷ്ണദേവ്, ബിജു മഞ്ചപ്പള്ളി. അത് രണ്ടും മേടിച്ചു. ഫസ്റ്റ് അശ്വിൻ K വിനോദ്, സെക്കൻഡ് കൃഷ്ണദേവ്, ബിജു മഞ്ചപ്പള്ളി. അടുത്തത് ബലൂൺ പൊട്ടിക്കൽ ആൺകുട്ടികൾ. ഫസ്റ്റ് ആദിദേവ് ആനിക്കാട്ടിൽ, സെക്കൻഡ് ശ്രീഹരി കീച്ചേരിൽ. ആദിദേവ് ആനിക്കാട്ടിൽ ഫസ്റ്റ്, സെക്കൻഡ് ശ്രീഹരി കീച്ചേരിൽ. അതിനുശേഷം ബലൂൺ പൊട്ടിക്കൽ പെൺകുട്ടികൾ. ഫസ്റ്റ് മീനാക്ഷി R വായിക്കുന്നത്, സെക്കൻഡില്ല അല്ലേ? ബലൂൺ പൊട്ടിക്കലിൻ്റെ പെൺകുട്ടികൾ മീനാക്ഷി R വായിക്കുന്നത്. അടുത്തത് കസേരകളി കുട്ടികൾ. ഫസ്റ്റ് നിള ജിതിൻ, സെക്കൻഡ് കൃഷ്ണദേവ് മഞ്ഞപ്പള്ളിൽ. ഫസ്റ്റ് നിള ജിതിൻ, സെക്കൻഡ് കൃഷ്ണദേവ് മഞ്ഞപ്പള്ളി. കസേരകളി. ഇതിൻ്റെ തൊട്ട് മുമ്പിലെ സെക്കൻഡ് വന്നില്ല. അതാരാ അത്? അല്ല, ബലൂൺ പൊട്ടിക്കലിന് സെക്കൻഡ് ഇല്ല, ഒറ്റ. ഓക്കെ. കൃഷ്ണദേവ് ഫസ്റ്റ്. കസേരകളിയല്ലേ? കൃഷ്ണദേവ് സെക്കൻഡ് ആണോ? കൃഷ്ണദേവ് സെക്കൻഡ്. ഓക്കെ. ഫസ്റ്റ് നിള ജിതിൻ. നിള പോയി, സാരമില്ല, നാളെ കൊടുക്കാം. കസേരകളി വനിതകൾ. ഫസ്റ്റ് പ്രിയ സുനിൽ, സെക്കൻഡ് ജീന അനിൽ. ജീന ഓടിവാ. പ്രിയ
കസേരകളി പുരുഷന്മാർ ഫസ്റ്റ് ജയരാമൻ പടമറ്റത്തിൽ, സെക്കൻഡ് അനിൽ കല്ലമ്പള്ളിയിൽ. നമുക്ക് ഇനിയുള്ള സമയം അധികം കളയാതെ എത്രയും വേഗം ഈ സമ്മാനാർഹർ അവർക്ക് അറിയാമല്ലോ, അവരോട് അവർ വേദിയുടെ മുൻവശത്തേക്ക് വന്നാൽ എളുപ്പമായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ജയരാമൻ പടമറ്റത്തിൽ, സെക്കൻഡ് അനിൽ കല്ലമ്പള്ളി. ജയരാമൻ ചേട്ടനിൽ ഈ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിലും പങ്കെടുക്കാതെ സമ്മാനം വാങ്ങിക്കാൻ വരുന്ന ശ്രീജിജിയാണ്. സെക്കൻഡ് ഉണ്ട്, വേറെ മേടിക്കാനുണ്ട്, അതുകൊണ്ടാണ് മേടിക്കാത്തത്. ഓക്കെ. അടുത്തതായി മെഴുകുതിരി കത്തിച്ചോട്ടം വനിതകൾ ഫസ്റ്റ് മായ സഞ്ജീവ്, സെക്കൻഡ് ശ്രീജ അനൂപ്. സെക്കൻഡ് ശ്രീജ അനൂപ്. അതിനുശേഷം ബോൾ പാസിംഗ് കുട്ടികൾ ഫസ്റ്റ് ശ്രീഹരി ശ്രീമന്ദിരം, സെക്കൻഡ് നവീൻ എസ് പൊന്നാമ്പറമ്പിൽ. പേര് ആരാണത്? ശ്രീഹരി, സെക്കൻഡ് നവീൻ എസ്. തുടർന്ന് സൈക്കിൾ സ്ലോ റേസ് കുട്ടികൾ ഫസ്റ്റ് ഹരിഗോവിന്ദ് വായിക്കുന്നത്, സെക്കൻഡ് ഗോകുൽ കൃഷ്ണ പുത്തൻപുരയിൽ. ഫസ്റ്റ് ഹരിഗോവിന്ദ് വായിക്കുന്നത്, സെക്കൻഡ് ഗോകുൽ കൃഷ്ണ പുത്തൻപുരയിൽ. തുടർന്ന് ഓട്ടമത്സരം 100 മീറ്ററിൻ്റെ വനിതകൾ ഫസ്റ്റ് ജീന അനിൽ, സെക്കൻഡ് സുനന്ദ ഗോപകുമാർ. ഓട്ടമത്സരം ഫസ്റ്റ് ജീന അനിൽ, സെക്കൻഡ് സുനന്ദ ഗോപകുമാർ. സെക്കൻഡ് എത്തിയില്ല അരികലെ. ഓട്ടമത്സരം പുരുഷന്മാർ ഫസ്റ്റ് അനൂപ് ആലാടിയിൽ, സെക്കൻഡ് സജിത്ത് മനക്കിലാത്ത്. ഓട്ടമത്സരം അനൂപ് ആലാടിയിൽ, സെക്കൻഡ് സജിത്ത് ഇവിടെ ഉണ്ടോ? അടുത്തതായി ഓട്ടമത്സരം പെൺകുട്ടികൾ ഫസ്റ്റ് മീനാക്ഷി ആർ, സെക്കൻഡ് ആതിര. മീനാക്ഷിയാണോ? മീനാക്ഷി ആർ, സെക്കൻഡ് ആതിര. അടുത്തതായി ഓട്ടമത്സരം ആൺകുട്ടികൾ ഫസ്റ്റ് ശ്രീഹരി കീച്ചേരിൽ, സെക്കൻഡ് ഹരിഗോവിന്ദ് വായിക്കുന്നത്. ഫസ്റ്റ് ശ്രീഹരി കീച്ചേരിൽ, സെക്കൻഡ് ഹരിഗോവിന്ദ് വായിക്കുന്നത്. അടുത്തതായി സ്പൂണിൽ നാരങ്ങ വെച്ചോട്ടം സ്ത്രീകൾ ഫസ്റ്റ് ശ്രീജ അനൂപ്, സെക്കൻഡ് ശ്രീപ്രിയ സന്തോഷ്. ശ്രീപ്രിയ ഉണ്ടോ? അതിനുശേഷം ബൈക്ക് സ്ലോ റേസ് പുരുഷന്മാർ ഫസ്റ്റ് അനൂപ് ആലാടിയിൽ, സെക്കൻഡ് അനിൽ ആനിക്കാട്ട്. രണ്ടുപേരുണ്ട്. അടുത്തതായി സ്കൂട്ടർ സ്ലോ റേസ്, ബൈക്ക് സ്ലോ റേസ് വനിതകളാണ് ഫസ്റ്റ് പ്രിയ സുനിൽ, സെക്കൻഡ് ബിനു രമേശ്. ഫസ്റ്റ് പ്രിയ സുനിൽ, സെക്കൻഡ് ബിനു രമേശ്. രണ്ടുപേരുണ്ട്. അടുത്തതായി സൂചിയിൽ നൂൽ കോർക്കൽ വനിതകൾ ഫസ്റ്റ് ശ്രീജ അനൂപ്, സെക്കൻഡ് സുരമ്യ അരുൺ. ശ്രീജ അനൂപ്, സെക്കൻഡ് സുരമ്യ അരുൺ. അതിനുശേഷം തവളചാട്ടം ഫസ്റ്റ് സന്തോഷ് വാഴപ്പനാൽ, സെക്കൻഡ് അനൂപ് ആലാടിയിൽ. തവളചാട്ടം സന്തോഷ് വാഴപ്പനാൽ, അനൂപ് ആലാടിയിൽ. അതിനുശേഷം സുന്ദറിന് പൊട്ടുകൂത്തലാണ് സ്ത്രീകൾ ഫസ്റ്റ് രാധാ ശശിധരൻ, സെക്കൻഡ് ജീനാനിൽ. ഫസ്റ്റ് രാധാ ശശിധരൻ, സെക്കൻഡ് ജീനാനി. രണ്ടുപേര്. അടുത്തത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ പുരുഷന്മാർ ഫസ്റ്റ് സജിത്ത് മനക്കലാത്ത്, സെക്കൻഡ് ഹരിഗോവിന്ദ്. ഹരിഗോവിന്ദ് ഉണ്ടോ? ഹരിഗോവിന്ദ് അല്ലേ?
അടുത്തത് സുന്ദരിക്കപ്പെട്ടുകുത്തൽ പുരുഷന്മാർ. ഫസ്റ്റ് സുരേഷ് പേടി, സെക്കൻഡ് കൃഷ്ണദേവ് ബിജു. സുന്ദരിക്കപ്പെട്ടുകുത്തൽ. കൃഷ്ണദേവ് ബിജു. അടുത്തത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ വനിതകൾ. ഫസ്റ്റ് മായ സജീവ് കുളങ്ങരയിൽ, സെക്കൻഡ് മായ സഞ്ജീവ്. രണ്ടും മായമാരാണ്. അടുത്തതായി വടംവലി പുരുഷന്മാർ. ഫസ്റ്റ് ഗോകുൽ സഞ്ജീവ്, നിശീത്, പ്രണവ്, രാജീവ്, സന്തോഷ്, മുരളി. ഈ ടീമാണ് ഫസ്റ്റ് പുരുഷന്മാരിൽ. 7 പേരല്ലേ? 7 പേര്. 7 പേരില്ലെങ്കിൽ ഇവർക്ക് സന്തോഷം 7 പേരുടെ നന്നാക്കട്ടെ. അത് 7 പേര് ബാക്കി 7 പേരും സ്ഥലത്തുണ്ടെങ്കിൽ അവരെ എല്ലാവരും സ്റ്റേജിൽ വന്ന് വാങ്ങിക്കാവുന്നതാണ്. ഗോകുൽ, സഞ്ജീവ്, നിശീത്, പ്രണവ്, രാജീവ്, സന്തോഷ്, മുരളി. ഭക്ഷണം കഴിക്കാനുള്ളവർ ഉടൻ തന്നെ ചെല്ലുക. അവർ കൗണ്ടർ ക്ലോസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആരെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരോ വനിതാ സമാജമോ മറ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തവരോ ആരായാലും ഉണ്ടെങ്കിൽ വേഗം ചെല്ലുക. അവർ കൗണ്ടർ ക്ലോസ് ചെയ്യുകയാണ്. എല്ലാവരും വാങ്ങിച്ചോ? അത് അവർ മൊത്തം ഏൽപ്പിച്ചു. ഓക്കെ, അപ്പോൾ അത് മൊത്തം മുറ്റിക്കുക. അടുത്തതായി വടംവലി സ്ത്രീകൾ. ഫസ്റ്റ് വടംവലി സ്ത്രീകളിൽ പ്രിയ സുനിൽ, മായ സഞ്ജീവ്, സുരമ്യ, അനിത രവി, ജീന അനിൽ, തങ്കമണി, രശ്മി. ഇവരെല്ലാവരും വേദിയിലേക്ക് വന്ന് എല്ലാവരും ഉണ്ടോ? അതിനുശേഷം വടംവലി പുരുഷന്മാർ സെക്കൻഡ്. അതിന് ശേഷമാണ് ഒരാൾ വന്നിട്ടില്ല അല്ലേ? അത് കൊടുത്തളോ? 3-6 ആരാ ഒരാൾ വരാത്ത? പ്രിയ സുനിലുണ്ടോ? മായ സഞ്ജീവ്, സുരമ്യ, അനിത രവി, ജീനാനിൽ, തങ്കമണി, രശ്മി. തങ്കമണി ചേച്ചി വന്നിട്ടില്ല. തങ്കമണി ചേച്ചി കൊടുത്താൽ മതി. ഓക്കെ, അത് 7 പേർക്ക് കൊടുത്തു, മൊത്തം കൊടുത്തു. അടുത്തതായി വടംവലി പുരുഷന്മാർ സെക്കൻഡ്. അനൂപ്, സജിത്ത്, ദിവാൻ, രാജേഷ്, ദിബിൻ, സജി കീച്ചേരിൽ. ഇവർ സ്റ്റേജിലേക്ക് വന്ന് സമ്മാനമായിട്ട് വാങ്ങേണ്ടതാണ്. എല്ലാവരുടെയും കൊടുത്തോ? അത് വടംവലി സെക്കൻഡ്. 2 പേര് വരാനുണ്ട്. അത് ഇവരെ ഏൽപ്പിച്ചേക്കാം. ആരാ വരാനുള്ളത്? പേരൊന്ന് പെട്ടെന്ന് വായിച്ചാൽ മതി. അനൂപുണ്ടോ? സജിത്തില്ല. ദിവാൻ, രാജേഷ്. രാജേഷ് എന്ന് പറഞ്ഞോണ്ട് സംശയം കൊണ്ടതാണ്. രാജേഷ് പട്ടേലിലാണ്. ആ ടീമിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. വടംവലി സെക്കൻഡ് സ്ത്രീകളുടെ വിഭാഗത്തിൽ അഞ്ജലി, രമ്യ, സിനി, ശ്രീകല, രോഹിണി, ശ്രീജ ജയരാമൻ, ഗീതാ വിജയൻ. അഞ്ജലി, രമ്യ, സിനി, ശ്രീകല, രോഹിണി, ശ്രീജ ജയരാമൻ, ഗീതാ വിജയൻ. ഇനി ആരെങ്കിലും സ്പോർട്സിൻ്റെ ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പറയുക. ബാക്കി ഇതിനകത്ത് ലിസ്റ്റിൽ വന്നതെല്ലാം കഴിഞ്ഞു. ഒരാൾ വരാനുണ്ട് ഇവരുടെ കൂടെ. അത് അവരെ ഏൽപ്പിക്കുമല്ലേ? ആരാ വരാനുള്ളത്? അഞ്ജലി ഉണ്ട്, രമ്യ, സിനി. തൊഴിൽവാസം ചേച്ചിയല്ല, മറ്റേ ഗീത ചേച്ചിയാണോ? ഗീത ചേച്ചിയാ. അപ്പോൾ അത്
അപ്പോൾ നല്ലൊരു കയ്യടി കൂടി നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തതായി നറുക്കെടുപ്പ്. ഇത് കുട്ടച്ചേട്ടാ, മറ്റേ ഇന്ന് ആരെങ്കിലും സമ്മാനം മേടിക്കാത്തതുണ്ടെങ്കിൽ കണ്ണ ഇങ്ങോട്ട് കരയോഗം ഓഫീസിനെ സമീപിക്കേണ്ടതാണ്. ഹാജർ രജിസ്റ്റർ പ്രകാരമുള്ള നറുക്കെടുപ്പാണ്. പെട്ടെന്ന് വിളിക്കാം. ഉള്ളവർ പെട്ടെന്ന് കയറി വരണം, അല്ലെങ്കിൽ വീണ്ടും നറുക്കെടുപ്പ് നടത്തും. ഹാജർ ഏതാ? എടുത്തോ, ഓർമ്മ എടുത്തോ. ഹാജർ രജിസ്റ്റർ പ്രകാരമുള്ള നറുക്കെടുപ്പ്. अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल वंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मांगे, गाहे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।